കെ സുധാകരനെ മാറ്റി സണ്ണി ജോസഫ് പുതിയ KPCC അധ്യക്ഷൻ. കെ സുധാകരനെ മാറ്റിയതായിട്ടുള്ള പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുന്നു. ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയാണ് KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് MLA നിയമിച്ചത്. അടൂർ പ്രകാശ് പുതിയ UDF കൺവീനർ. അതോടൊപ്പം വർക്കിംഗ് കമ്മിറ്റിയിലും മാറ്റം വന്നിരിക്കുകയാണ്. വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിശ്വനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവർ. PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ ഹൈക്കമാൻഡ് നീക്കും എന്നുള്ള വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി R. റോഷിപാൽ ചേരുന്നു നമുക്കൊപ്പം തത്സമയം. R. റോഷിപാൽ, കെ സുധാകരനെ മാറ്റില്ല എന്ന ഫ്ലെക്സ് ബോർഡുകളൊക്കെ KPCC ആസ്ഥാനത്തിന് മുന്നിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഉയർന്ന് 24 മണിക്കൂറിനകം സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായി വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന തീരുമാനത്തിന്റെ വിവരങ്ങൾ റോഷിപാൽ? സുജിയ, KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് കെ സുധാകരനെ മാറ്റി നേരത്തെ ആന്റോ ആന്റണിയെ, പത്തനംതിട്ട MP ആന്റോ ആന്റണിയെ അധ്യക്ഷനാക്കായിരുന്നു ഹൈക്കമാൻഡ് ധാരണയായത്. പക്ഷേ അവസാന ഘട്ടത്തിൽ കടുത്ത എതിർപ്പുമായി കെ സുധാകരൻ രംഗത്തെത്തുകയും ഒടുവിൽ ആ എതിർപ്പിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് വഴങ്ങി കെ സുധാകരന്റെ വിശ്വസ്തനായ സണ്ണി ജോസഫിനെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അവസാന ഘട്ടമാണ് ഇങ്ങനെ ഒരു വെട്ട് ആന്റോ ആന്റണിക്ക് ലഭിച്ചത്. കാരണം കടുത്ത എതിർപ്പ് സുധാകരൻ ഉയർത്തുകയും ഹൈക്കമാൻഡ് തീരുമാനത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഒടുവിൽ സംസ്ഥാന കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കുമെന്ന് മനസ്സിലാക്കിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒടുവിൽ അനുനയത്തിന് വഴങ്ങി സുധാകരനെ മാറ്റി പകരം സുധാകരന്റെ വിശ്വസ്തനായ സുധാകരന്റെ കോൺഗ്രസിൽ വലങ്കി എന്നറിയപ്പെടുന്ന സണ്ണി ജോസഫ് MLA അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നു. നേരത്തെ നമ്മൾ UDF നേതൃത്വത്തിന് ഭാഗിക പുനഃസംഘടന ഉണ്ടാകും, UDF കൺവീനർ MMS മാറ്റുമെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. സമാനമായി തന്നെ MMS മാറ്റി പകരം അടൂർ പ്രകാശ്, ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ് MP ഇപ്പോൾ UDF കൺവീനറായി മാറ്റിയിരിക്കുന്നു. ഈ സുധാകരനെ നേരത്തെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവാക്കാനുള്ള തീരുമാനം എടുത്തതാണ്. പക്ഷേ സുധാകരൻ നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച സാഹചര്യത്തിൽ കൂടിയാണ് സുധാകരനെ ഒരു പരിഗണനയും പാർട്ടിയിൽ ഇപ്പോൾ കൊടുക്കാതെ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു. പക്ഷേ സുധാകരന് വഴങ്ങിയിട്ടുണ്ടല്ലോ. അതേസമയം ആന്റോ ആന്റണി എന്ന പേര് ഉറപ്പിച്ചിരുന്ന ഹൈക്കമാൻഡ് ഇപ്പോൾ സണ്ണി ജോസഫ് എന്ന കെ സുധാകരന്റെ നോമിനിയെയാണ് പ്രസിഡന്റാക്കി വെച്ചിരിക്കുന്നത്. സുജിയ, ആന്റോ ആന്റണിയെ അവസാന നിമിഷം വെട്ടാൻ വഴിയൊരുക്കിയത് സുധാകരന്റെ കടും പിടുത്തമാണെങ്കിലും സുധാകരൻ പദവി ഒഴിയാൻ സന്നദ്ധനായിരുന്നില്ല. താൻ ഈ പദവിയിൽ തുടരും, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുക താനായിരിക്കുമെന്ന് പരസ്യമായി സുധാകരൻ പ്രഖ്യാപിച്ചതാണ്. സുധാകരന്റെ അനുയായികളും സമാനമായ നിലപാടാണ്. കെ സുധാകരനെ മാറ്റുമെന്ന് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ റോഷിപാൽ, ഓർമ്മയുണ്ടല്ലോ, നമുക്കും ഓർമ്മയുണ്ട്, കെ സുധാകരനും കണ്ടവർക്കും എല്ലാവർക്കും ഓർമ്മയുണ്ട്. കെ സുധാകരനെ മാറ്റാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു, അതിനായിട്ടാണ് ദില്ലിയിലേക്ക് വിളിപ്പിച്ചത് എന്ന് മുതൽ റോഷിപാൽ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വാർത്തകൾ, അതിന്റെ സത്യസന്ധത, ആധികാരികത ഇപ്പോൾ കെ സുധാകരന്റെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുള്ള മാറ്റത്തോടെ ഉറപ്പിക്കുകയല്ലേ നമ്മൾ? സുജിയ, ഒരു സംശയവുമില്ല, കെ സുധാകരനെ മാറ്റാൻ കാരണമായത് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടാണ്. ഈ കാര്യം ആദ്യം പുറത്ത് വിട്ടതും റിപ്പോർട്ടറാണ്. അങ്ങനെ വാർത്ത പുറത്തു വിട്ടതിന്റെ പേരിൽ മാത്രം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി റിപ്പോർട്ടറിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രൂക്ഷമായ ആക്രമണം നേരിട്ടതാണ്. പക്ഷേ അതൊക്കെ ആ ആക്രമണം നേരിടുമ്പോഴും നമ്മൾ ആ വാർത്ത അത് ശരിയാണ് എന്ന നിലയിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഒടുവിൽ ആ തീരുമാനം, ഇത് നേരത്തെ എടുത്ത തീരുമാനമാണ്. സുധാകരൻ പലതരത്തിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു. MP സ്ഥാനം രാജിവെക്കുമെന്നടക്കമുള്ള ഭീഷണികൾ ഉയർത്തിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ ഘട്ടത്തിൽ ഹൈക്കമാൻഡ് ഏറെ ആലോചിച്ചത്. അങ്ങനെ സുധാകരനെ അനുനയിപ്പിച്ച് അധ്യക്ഷ പദവിയിലേക്ക് ആന്റോ ആന്റണിയെ എത്തിക്കാമെന്നുള്ള ആലോചന നടത്തി മുന്നോട്ട് പോയി. പക്ഷേ ഒടുവിൽ അത് പൊട്ടിത്തെറിയിൽ AK ആന്റണിയെ നേരിൽ കാണുന്നു കെ സുധാകരൻ. അതിന് പുറമെ ഓരോ നേതാക്കളെയും കണ്ട് കെ മുരളീധരൻ, മുൻ KPCC അധ്യക്ഷന്മാരെയൊക്കെ കണ്ട് പിന്തുണ ഉറപ്പിക്കുന്നു. മാത്രവുമല്ല, തന്നെ ഏതെങ്കിലും തരത്തിൽ മാറ്റുകയാണെങ്കിൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന സന്ദേശം കൃത്യമായി AK ആന്റണി. പക്ഷേ ഇവിടെ ഹൈക്കമാൻഡ് ഈ അവസരം കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്നു. കെ സുധാകരനെ മാത്രമല്ല MM ഹസനെയും മാറ്റിയിരിക്കുന്നു. UDF കൺവീനറെ മാറ്റി. ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനെ, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് അല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ആ മണ്ഡലത്തിൽ ജയിക്കാൻ UDFന് സാധിക്കുമായിരുന്നില്ല. ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനെ തന്നെ UDF കൺവീനറായി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ഘടകകക്ഷികളുടെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റമാണ്. പ്രത്യേകിച്ചും ഷാഫി പറമ്പിലിന്റെ അടക്കം ഇൻക്ലൂഷൻ കൂടി നമ്മൾ നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ലേ റോഷിപാൽ? സുജയ, അങ്ങനെ തന്നെയാണ്. കാരണം ഒന്ന്, അടൂർ പ്രകാശ് MP നേരത്തെ തന്നെ 2-3 തരമുണ്ട്. ഒന്ന്, ഇത് സാമൂഹ്യ സാഹചര്യം കൂടി. കോൺഗ്രസിൽ
ഏറെക്കാലമായി കോൺഗ്രസിൽ അധ്യക്ഷ പദവിയിൽ. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ MMS തന്നെ മാറ്റി പിന്നീട് അവിടെ അധ്യക്ഷ പദവിക്ക് കൊടുവിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരികയും മുല്ലപ്പള്ളി രാമചന്ദ്രനെ പൊടുന്നനെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയതിനു ശേഷം എത്തിയ കെ സുധാകരൻ, അത് കൃത്യമായി നമുക്ക് അവിടെ സാമുദായിക സമവാക്യങ്ങൾ പാലിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചിരുന്നു എന്നതാണ്. അങ്ങനെ ഇപ്പോൾ സുധാകരനെ മാറ്റി പകരം ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും ഒരാളെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കാൻ തന്നെ കാരണമായത് BJP ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഉണ്ടാക്കുന്ന വേരോട്ടമാണ്. അത് തെരഞ്ഞെടുപ്പിൽ വെല്ലുവിളിയാകുമോ എന്ന ആശങ്കയിലാണ് ഇങ്ങനെ ഒരു നീക്കം കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സാമുദായിക സമവാക്യങ്ങൾ തകരാതിരിക്കാൻ വേണ്ടിയാണ് UDF കൺവീനർ പദവിയിലേക്ക് ഈഴവ സമുദായത്തിൽ നിന്നും ഒരാളെ അടൂർ പ്രകാശ് MP എത്തിക്കുന്നത്. അങ്ങനെ ഒരു നീക്കം നടത്തി കോൺഗ്രസ് എല്ലാ കാലത്തും അത് പാർട്ടി പുനഃസംഘടനയായാലും അത് സ്ഥാനാർത്ഥി നിർണയമായാലും കൃത്യമായ സാമുദായിക സമവാക്യങ്ങൾ പാലിക്കാൻ ശ്രദ്ധിച്ചിരുന്നു.